ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാ പുണ്യാത്മാക്കൾക്കും നമസ്കാരം. സ്വാഗത ഭാഷണത്തിൽ കുറേ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് എല്ലാം ഭഗവാന്റെ സങ്കല്പം. ഇത്ര മഹത്വമേറിയ ഒരു സ്ഥലത്ത് ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോട്ടീസിലൂടെ അറിഞ്ഞിട്ടുണ്ട്, പ്രഭാഷണങ്ങളൊക്കെ ചിലതൊക്കെ ഓൺലൈനായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇവിടെ ഒരിക്കലും എത്തിയിട്ടില്ലെങ്കിലും ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്ന ഈ സ്ഥലത്ത് എത്തിച്ചേരണമെന്നും ഇതൊക്കെ ഒരു ഭഗവാന്റെ സങ്കല്പമായിട്ട് കാണുന്നു. അതിനുള്ള യോഗ്യതയൊന്നും ഈ പറഞ്ഞതുപോലെ എത്രത്തോളം ഉണ്ട് എന്ന് അറിയില്ല. എന്തായാലും ഭഗവാന്റെ സങ്കല്പം. എല്ലാവർക്കും നമസ്കാരം. നിരന്തരം ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്ന, ക്ലാസ്സുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, നിരവധി സത്രവേദികളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവരാണ് മുമ്പിലിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് അറിയാത്തത് എന്തെങ്കിലും പറയാം എന്നുള്ള ഒരു മിഥ്യാധാരണയൊന്നും എനിക്കില്ല. നമുക്ക് കുറച്ച് പങ്കുവയ്ക്കാം, ശ്ലോകങ്ങൾ ചൊല്ലുക, അതിൻ്റെ പദങ്ങളും അതിലൂടെ ഒന്ന് സഞ്ചരിക്കാം, അത്രേ വിചാരിക്കുന്നുള്ളൂ. എന്തായാലും ഒരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. ഭാഗവതത്തിൽ 4-ാമത്തെ സ്കന്ധത്തിൽ 22-ാമത്തെ അധ്യായം. അതിൽ പൃഥുവിൻ്റെ ചരിതം കഴിഞ്ഞ കുറച്ച് അധ്യായങ്ങളിലായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഭാഗങ്ങളൊക്കെ നമ്മൾ കേട്ടു. 22-ാമത്തെ അധ്യായത്തിൽ ജനങ്ങൾ പൃഥു മഹാരാജാവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കെ സനകാദി മഹർഷിമാർ അവിടെ എത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. സനകാദി മഹർഷിമാർ ബ്രഹ്മാവിൻ്റെ തപസ്സിൻ്റെ ഫലമായി ജ്ഞാനത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് ഉണ്ടായവരാണ്. സന എന്നുള്ള ശബ്ദത്തിന് തടസ്സമില്ലാത്ത തപസ്, ഭംഗമില്ലാത്ത തപസ് എന്നൊക്കെ അർത്ഥം പറയും. തപ്തം തപോ വിവിധലോക ശുശ്രൂഷയാമേ ആദൗ സനാത് സ്വതപസ സ ചതുസ്സനോഭൂത്. എനിക്ക് ലോകത്തെ സൃഷ്ടിക്കാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് നിരന്തരമായ തപസ് ചെയ്തപ്പോൾ മുമ്പ് പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയ ജ്ഞാനത്തെ വീണ്ടെടുക്കാനായിട്ട് സന എന്നുള്ള പേരിൽ, ആ പദത്തിൽ തുടങ്ങുന്ന 4 പേരുണ്ടായി എന്ന് സനകാദി മഹർഷിമാരുടെ ഉത്ഭവത്തെപ്പറ്റി പറയും. അപ്പം അവരുടെ ഈ ജന്മോദ്ദേശ്യം തന്നെ ജ്ഞാനത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞതുപോലെ ബാലഭാവത്തിൽ ലോകത്തിലെങ്ങും സഞ്ചരിക്കുന്നവരാണ്. നമുക്കറിയാം, ശ്രീശുക ബ്രഹ്മർഷി ആ ബാലഭാവത്തിൽ 16 വയസ്സുള്ള കുട്ടിയുടെ രൂപത്തിൽ സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ കുട്ടികളുടെ പ്രത്യേകത, ആ രൂപം എന്ന് പറയുന്നത് യാതൊരു കളങ്കവുമില്ലാതെ, ഒരു ദുരുദ്ദേശവുമില്ലാതെ
ഉള്ളത് സ്പഷ്ടമായിട്ട് പറയുക. അങ്ങനെ ആ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം അവരെ ബാലഭാവത്തിലാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ഇങ്ങനെ ജ്ഞാന പ്രചരണം, ജ്ഞാനസ്ഥാപനം ലക്ഷ്യമാക്കി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സനകാദികൾ, അവരെപ്പറ്റി ഈ പൃഥു മഹാരാജാവിൻ്റെ അടുത്തെത്തി എന്ന് പറയുന്ന സമയത്ത് അവർക്ക് കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങൾ ലോകാൻ അപാപാൻ കുർവത്യ, ലോകങ്ങളുടെ പാപത്തെ തീർക്കാനായിട്ട് സഞ്ചരിക്കുന്നവരാണ്. അതുപോലെ അർച്ചിഷ ലക്ഷിതാൻ എന്നൊക്കെ അവർ വിശേഷിപ്പിക്കും. അവരുടെ തേജസ് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആരും ഒന്നും പറയേണ്ടതില്ല. അപ്പോൾ ഇവർ സനകാദി മഹർഷിമാരാണ് എന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അവരുടെ ആ തേജസ് കൊണ്ട് തന്നെ മനസ്സിലാക്കും എന്നതാണ്. ശ്രീ ശുഖബ്രഹ്മർഷി വരുന്ന സമയത്ത് ഇത് ആരാണ് എന്നൊന്നും അറിയാത്തവർ പോലും ആ ചൈതന്യം കണ്ട് എഴുന്നേറ്റ് നിന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അവരുടെ ആ മുഖത്ത് നിന്ന് തന്നെ അവരുടെ ആ തേജസ്സും അവരുടെ ആ പ്രവൃത്തിയുടെ മഹത്വവും ഒക്കെ, അവരുടെ ആ ഗുരുത്വവും എല്ലാം മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ സനകാദി മഹർഷിമാർ എത്തിച്ചേർന്ന സമയത്ത് പൃഥു മഹാരാജാവ് വിധി പോലെ സ്വീകരിക്കുന്നു. ഭാഗവതത്തിൽ എങ്ങനെയാണ് ആതിഥ്യ മര്യാദ കാണിക്കേണ്ടത് എന്നൊക്കെ അനേകം സന്ദർഭങ്ങളിൽ എടുത്തെടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സനകാദി മഹർഷിമാർ എത്തിച്ചേർന്നത് തന്നെ അവരെ ആരും വിളിച്ചിട്ട് വന്നതല്ല. എവിടെയാണോ തങ്ങളുടെ സാന്നിധ്യം ആവശ്യമുള്ളത് അവിടെ മഹാത്മാക്കൾ സ്വയമേവ എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേർന്ന സമയത്ത് പൃഥു മഹാരാജാവ് സ്വീകരിക്കുന്നു. അധന അപി തേ ധന്യ സാധവോ ഗൃഹമേധിന യദ്ഗൃഹാഖ്യ അർഹവര്യാംബു തൃണഭൂമീശ്വരാവര. ഭാഗവതത്തിൽ അനേകം സന്ദർഭങ്ങളിൽ പറയും, ഒരു വീടാവുന്നത് അവിടെ മഹാത്മാക്കളായിട്ടുള്ള അതിഥികളെ എത്തിച്ചേരുമ്പോഴും അവരെ സ്വീകരിക്കാൻ കഴിയുമ്പോഴും ആണ്. അല്ലാത്തത് വെറും ഒരു പൊത്ത്, അനേകം ജീവികൾ താമസിക്കുന്ന, ഈ പാമ്പുകളൊക്കെ കയറി താമസിക്കുന്ന പൊത്തുകളുണ്ട്. അതുപോലെ പക്ഷികളൊക്കെ കൂടൊരുക്കാറുണ്ട്. കുറുക്കന്മാരൊക്കെ താമസിക്കുന്ന മാളം, അതുപോലെ ഉള്ളൂ ഏത് ഗൃഹങ്ങൾ? അതിഥികൾ എത്തിച്ചേരാത്ത, പുണ്യാത്മാക്കളായിട്ടുള്ള അതിഥികൾ എത്തിച്ചേരാത്ത ഗൃഹങ്ങൾ അതുപോലെയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്നു. ഇത് ഇവിടെ മാത്രമല്ല, പല സന്ദർഭങ്ങളിലും നമുക്ക് കാണാം ഇതുപോലെ അതിഥികളെ സ്വീകരിക്കുന്നത്. അത് എന്തിനാണ്? നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനാണ്, ഒരു ഗൃഹസ്ഥൻ്റെ മര്യാദ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അവരെ സ്വീകരിച്ചിരുത്തി അദ്ദേഹം പറഞ്ഞു, ആത്മാരാമന്മാരായിട്ടുള്ള നിങ്ങളോട് സാധാരണ രീതിയിലുള്ള കുശല പ്രശ്നങ്ങളൊന്നും നടത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സാധാരണ ഒരു ഗൃഹസ്ഥൻ്റെ വീട്ടിലേക്ക് വേറൊരു ഗൃഹസ്ഥൻ വരുന്ന സമയത്ത് നമുക്ക് ക്ഷേമാന്വേഷണം, അതിൻ്റെയൊക്കെ ഒരു രീതിയുണ്ട്. നമ്മൾ വീട്ടുകാര്യങ്ങൾ ചോദിക്കും, സുഖമല്ലേ എന്ന് ചോദിക്കും, മറ്റ് വിശേഷങ്ങൾ ചോദിക്കും. പക്ഷേ സനകാദി മഹർഷിമാരെ പോലെയുള്ള വലിയ മഹാത്മാക്കളോട്, സ്വയം തന്നെ ആനന്ദിക്കുന്നവരായിട്ടുള്ള നിങ്ങളോട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. നിങ്ങളിവിടെ ഞങ്ങളെയൊക്കെ ധന്യരാക്കാൻ വേണ്ടിയിട്ട് സഞ്ചരിക്കുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരേണ്ടത്, സംപൃച്ഛേ ഭവ ഏതസ്മിൻ ക്ഷേമ കേനാഞ്ചസാ ഭവേത്. ഈ ലോകത്ത് എങ്ങനെയാണ് ക്ഷേമം ഉണ്ടാകുന്നത് അത് നിങ്ങൾ പറഞ്ഞു തന്നാലും എന്ന് സനകാദി മഹർഷിമാരോട് വളരെ വിനയത്തോടു കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ പൃഥുവിൻ്റെ ചോദ്യം ഇതാണ്, ഈ ലോകത്ത് ക്ഷേമം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഭഗവാൻ യോഗികളുടെ രൂപത്തിൽ സഞ്ചരിക്കുന്നവരാണ്. ഈ ലോകത്തെ അനുഗ്രഹിക്കാനായിട്ട് നമ്മൾ വേദവ്യാസനെ പറ്റിയും വാൽമീകി മഹർഷിയെ പറ്റിയൊക്കെ പറയും. അവരൊക്കെ ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് ലോകത്തിനോടുള്ള കാരുണ്യം കൊണ്ടാണ് എന്ന് പറയും.
അനേകം തരത്തിലുള്ള ദുഃഖങ്ങളെ കൊണ്ട് ക്ലേശിക്കുന്ന ഈ ലോകത്തെ ജനങ്ങൾക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ ദുഃഖ നിവൃത്തിക്കായിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കാനായിട്ട് ആ കാരുണ്യം കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഗ്രന്ഥരചനകളൊക്കെ എന്ന് പറയും. അതുപോലെ നിങ്ങളെപ്പോലുള്ളവർ ലോകത്തിന് ലോക കാരുണ്യം കൊണ്ട് ലോകത്തിന് ക്ഷേമമുണ്ടാക്കാനായിട്ട് സഞ്ചരിക്കുന്നവരാണ്. അതുകൊണ്ട് എങ്ങനെ ക്ഷേമം കൈവരും എന്ന് പറഞ്ഞാലും, ഇപ്പോൾ പൃഥുവിൻ്റെ ചോദ്യം കേട്ടിട്ട് സനകാദി മഹർഷിമാർ പറയുവാൻ തുടങ്ങി. ആദ്യം ഈ ചോദ്യത്തെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിൽ സംസാരിക്കാൻ ധാരാളം വിഷയങ്ങളുണ്ട്, പല കാര്യങ്ങളെപ്പറ്റിയും ചോദിക്കാം. എന്നാലും അങ്ങ് ചോദിച്ച ചോദ്യം ഇവിടെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്, എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളാണ്. സജ്ജനങ്ങൾ തമ്മിൽ ചേർന്നാൽ ഇതുപോലെ എല്ലാവർക്കും ഉപകാരമുണ്ടാവുന്ന കാര്യങ്ങളാണ് അവിടെ ചർച്ചയായിട്ട് വരുന്നത്. രണ്ട് സാധാരണക്കാർ തമ്മിലാണെങ്കിൽ പലപ്പോഴും പറയുന്നത് കേൾക്കുന്ന ആൾക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല, പറയുന്ന ആൾക്കും പ്രയോജനമില്ല, മറ്റുള്ളവർക്കും പ്രയോജനമില്ല. അങ്ങനെ കുറേ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ സമയം പോവും. പക്ഷേ രണ്ട് സജ്ജനങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന സമയത്ത് ആ സംഭാഷണം കൊണ്ട് അവർക്കും ലോകത്തിനും ഉപകാരം ഉണ്ടാവുന്നു. അതുപോലെയുള്ള നല്ല ചോദ്യമാണ് അങ്ങ് ചോദിച്ചത് എന്ന് ആ ചോദ്യത്തെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പം ഇത്രയും ആമുഖമായിട്ട് പറയുന്നു. നമ്മുടെ ശ്ലോകങ്ങൾ തുടങ്ങുന്നത് 20ാമത്തെ ശ്ലോകം മുതലാണ്. എന്തോ പറയുമ്പോൾ ഇടക്ക് ഒരു തപ്പുന്നുണ്ട്, അത് എന്താണെന്നറിയില്ല. ചിലപ്പം രാവിലെ നേരത്തെ ഇറങ്ങി ഇവിടെ എത്താൻ കുറച്ച് വൈകി, അങ്ങനെയുള്ള കുറച്ച് ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും, ക്ഷമിക്കുക. അപ്പം നമുക്ക് ശ്ലോകങ്ങൾ നോക്കാം. 20ാമത്തെ ശ്ലോകം. ആദ്യം ഒന്ന് ചൊല്ലാം. അസ്ത്യേവ രാജൻ ഭവതോ മധുദ്ദിഷ പാദാരവിന്ദസ്യ ഗുണാനുവാദനേ രതിർദുരാപാ വിധുനോതി നൈഷ്ഠികീ കാമം കഷായം മലമന്തരാത്മന. അസ്ത്യേവ രാജൻ ഭവതോ മധുദ്ദിഷ പാദാരവിന്ദസ്യ ഗുണാനുവാദനേ രതിർദുരാപാ വിധുനോതി നൈഷ്ഠികീ കാമം കഷായം മലമന്തരാത്മന. ഒന്ന് ഒരു വരി ചൊല്ലിയിട്ട് ചൊല്ലി നോക്കാം അല്ലേ? അസ്ത്യേവ രാജൻ ഭവതോ മധുദ്ദിഷ പാദാരവിന്ദസ്യ ഗുണാനുവാദനേ രതിർദുരാപാ വിധുനോതി നൈഷ്ഠികീ കാമം കഷായം മലമന്തരാത്മന. ഒന്നുകൂടി ചൊല്ലാം. അസ്ത്യേവ രാജൻ ഭവതോ മധുദ്ദിഷ പാദാരവിന്ദസ്യ ഗുണാനുവാദനേ രതിർദുരാപാ വിധുനോതി നൈഷ്ഠികീ കാമം കഷായം മലമന്തരാത്മന. ഒന്നുകൂടി ചൊല്ലണോ? എങ്ങനെയാ? ഒന്നുകൂടി ചൊല്ലാം. അസ്ത്യേവ രാജൻ ഭവതോ മധുദ്ദിഷ
പാദാരവിന്ദസ്യ ഗുണാനുവാദനേ രതിർദുരാപാവിധുനോതി നൈഷ്ഠികീ കാമം കഷായം മലമന്തരാത്മനാ. സംസ്കൃതത്തിൽ ഒരു ശ്ലോകം കിട്ടിയാൽ ആദ്യം അതൊന്ന് ചൊല്ലി അതിനെ പദച്ഛേദം ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. അപ്പോൾ ഇതിലെ പദങ്ങളൊന്ന് നോക്കാം. അസ്ത്യേവ, അസ്തി ഏവ, അസ്തി ഏവ, രാജൻ, ഭവതഃ, ഭവതോ എന്നുള്ള പദം ഭവതഃ എന്നാണ്. അതവിടെ വിസർഗം ഓ എന്നായിട്ട് മാറുകയാണ്. അതിൻ്റെ അടുത്ത് മാ എന്നുള്ള അക്ഷരം വന്നതുകൊണ്ട്, അതിൻ്റെ അപ്പുറത്ത് മാ എന്നുള്ള അക്ഷരം വന്നതുകൊണ്ട് ഭവതഃ എന്നുള്ളത് ആ വിസർഗം ഓ ആയിട്ട് മാറുകയാണ്. ഇതുപോലെയുള്ള പദങ്ങൾ ശ്ലോകങ്ങളിൽ നമുക്ക് ധാരാളമായിട്ട് കാണാം. മധുദ്വിഷഃ പാദാരവിന്ദസ്യ ഗുണാനുവാദനെ രതിഹി ദുരാപ. അപ്പം അവിടെ ആ രതിഹി എന്നതിലെ വിസർഗം ഋ ആയിട്ടാണ് മാറിയത്. ഇതുപോലെയുള്ള വാക്കുകളും ധാരാളമായിട്ടുണ്ട്. രതിഹി ദുരാപ വിധുനോതി നൈഷ്ഠികി കാമം കഷായം മലം അന്തരാത്മനഃ. അപ്പോൾ അവിടെ രാജൻ എന്ന് രാജാവിനെ സംബോധന ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. രാജൻ, ഭവതഃ മധുദ്ദിഷഃ പാദാരവിന്ദസ്യ ഗുണാനുവാദനെ ദുരാപാരതിഹി അസ്തി ഏവ. ആ ആദ്യത്തെ രണ്ട് വരികൾ അതിൽ അസ്തി എന്നുള്ള വാക്കാണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത്. അസ്തി ഉണ്ട്. പ്രധാനം എന്ന് വെച്ചാൽ ഒരു വാക്യത്തിൽ ക്രിയാപദത്തെ പ്രധാനമായിട്ട് പറയും. അപ്പോൾ എന്തായാലും ആ ഒരു ക്രിയക്കായിരിക്കും അവിടെ കൂടുതൽ പ്രാധാന്യം. അപ്പം ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ പോകുന്നു എന്നുള്ള വാക്കിന് ആ ക്രിയയോട് ബന്ധിപ്പിച്ചിട്ടാണ് മറ്റു കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പോൾ അസ്ഥി, അസ്ഥി എന്ന് വെച്ചാൽ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ എന്തുണ്ട് എന്നുള്ള ചോദ്യം വരും. ആദ്യം തന്നെ നമ്മൾ ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ട്, എവിടെയുണ്ട്, ആർക്കുണ്ട്, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ അവിടെ വരും. അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ടാണ് മറ്റു കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതൊരു വാക്യമായിട്ട് തീരുന്നു. അസ്ഥി എന്ന് പറയുന്നു, ഉണ്ട്. എന്തുണ്ട് എന്നാണ് പറയുന്നത്? ദുരാപാരതിഹി അസ്തി ഏവ. ഈ ദുരാപാരതിഹി എന്നുള്ളത് മൂന്നാമത്തെ പാദത്തിലാണ് വരുന്നത്. രതിഹി അസ്തി. രതിഹി എന്ന് വെച്ചാൽ അതിയായിട്ടുള്ള സ്നേഹം എന്നാണ് അർത്ഥം. സംസ്കൃതത്തിൽ നല്ല സ്ഥായി ഭാവങ്ങൾ പറയും മനുഷ്യൻ്റെ മനസ്സിൽ. അതിനിപ്പോൾ ഇന്ന ദേശം കാലം എന്നൊന്നും ഇല്ല. എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് ഭാവങ്ങളുണ്ട്. അതിനെയാണ് സ്ഥായി ഭാവങ്ങൾ എന്ന് പറയുന്നത്. അതിലൊന്നാണ് രതി. എന്തിനോടെങ്കിലും ഉള്ള അതിയായിട്ടുള്ള ഇഷ്ടം. അത് നമ്മൾ ഭർത്താവിനോടോ ഭാര്യയോടോ ആണെങ്കിൽ അതൊരു ശൃംഗാര രസമായിട്ട് മാറും. ഭഗവാനോടാവുന്ന സമയത്ത് അത് ഭക്തിയാവുന്നു. ഇവിടെ എന്തിനോട് രതിയുണ്ട് എന്നാണ് പറയുന്നത്? മധുദ്വിഷഃ പാദാരവിന്ദസ്യ ഗുണാനുവാദനെ ദുരാപാരതിഹി അസ്തി. ഈ രതിഹി എന്നുള്ളതിനൊരു വിശേഷണം കൊടുത്തിട്ടുണ്ട്. അതാണ് ദുരാപ എന്നുള്ളത്. ദുരാപാ രതിഹി, പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര രതി എന്നുള്ള ഒരർത്ഥത്തിൽ പറയാം. അതുപോലെ ദുർലഭമായിട്ടുള്ള, കിട്ടാൻ വളരെ പ്രയാസമായിട്ടുള്ള എന്നുള്ള അർത്ഥത്തിൽ പറയാം.
വളരെ ദുർലഭമായിട്ടുള്ള ഒരു രതി അസ്തി ഉണ്ട്. ആർക്ക്? അങ്ങയ്ക്ക്. ഭവതഃ. അപ്പോൾ രാജൻ, രാജാവേ എന്ന് വിളിച്ചുകൊണ്ട് പറയാണ്, ഭവതഃ ദുരാപാരതിഃ അസ്തി. അങ്ങയ്ക്ക് ദുർലഭമായിട്ടുള്ള ആ ഒരു രതി ഉണ്ട്. എന്തിനോട്? ഈ രതി എന്തിനോട് വേണമെങ്കിലും ആവാം. എന്തിനോടാണുള്ളത്? മധുദ്വിഷഃ പാദാരവിന്ദസ്യ ഗുണാനുവാദനെ. മധുദ്വിട്ട് എന്നുള്ളത് മഹാവിഷ്ണുവിൻ്റെ ഒരു പര്യായമാണ്. മധുസൂദനൻ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പേര് ഇടാറുണ്ട്. മധു എന്നു പേരുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു. ആ അസുരൻ്റെ ശത്രു എന്നുള്ള അർത്ഥത്തിൽ. ദിട്ട് എന്നുള്ള വാക്കിന് ശത്രു എന്നാണ് അർത്ഥം. മധുദ്വിട്ട് മഹാവിഷ്ണു, മധുദ്വിഷഃ എന്നുള്ളത് മഹാവിഷ്ണുവിൻ്റെ എന്നുള്ള അർത്ഥത്തിൽ. മധുദ്വിഷഃ പാദാരവിന്ദസ്യ ഗുണാനുവാദനെ. ആ മഹാവിഷ്ണുവിൻ്റെ പാദാരവിന്ദത്തിൻ്റെ, പാദാരവിന്ദം നമ്മൾ ഭാഗവതത്തിലൊക്കെ ധാരാളമായിട്ട് കേട്ട വാക്കുകളാണ്. ആ അരവിന്ദം പോലെ, താമരപ്പൂ പോലെ മനോഹരമായിട്ടുള്ള മൃദുലമായിട്ടുള്ള ഭഗവാന്റെ ആ ചരണങ്ങളുടെ ഗുണാനുവാദനെ, ഗുണാനുവാദത്തിൽ ആ ഭഗവാന്റെ ഗുണങ്ങളെ പറഞ്ഞു കേൾക്കുന്നതിൽ, ഭഗവാന്റെ ഗുണങ്ങളെ പറയാനും കേൾക്കാനും സ്മരിക്കാനും ഒക്കെ ദുരാപാരതിഃ അസ്തി. വളരെ ദുർലഭമായിട്ട്. അത് കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. എല്ലാവർക്കും ആ ഒരു ഇഷ്ടം, ആ രതി ഉണ്ടാവില്ല. വളരെ ദുർലഭമായിട്ട് ചിലർക്കൊക്കെ ഭഗവാനോടുള്ള ആ അതിയായ പ്രേമം ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ടാണ് ദുരാപാരതിഃ എന്ന് പറഞ്ഞത്. ദുരാപാരതിഃ അസ്തി. അപ്പൊ ആദ്യത്തെ വാക്യം അതാണ്. രാജൻ ഭവതഃ മധുദ്വിഷഃ പാദാരവിന്ദസ്യ ഗുണാനുവാദനെ ദുരാപാരതിഃ അസ്തി. ഇനി അതുണ്ട് എന്ന് പറഞ്ഞു, അങ്ങേക്ക് അതിയായ പ്രേമമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താണ് പ്രയോജനം, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. അന്തരാത്മനഃ കഷായം കാമം മലം വിധുനോതി നൈഷ്ഠികി സാ. ഈ സാ എന്നുള്ളത് ശ്ലോകത്തിലില്ല, ചേർത്തതാണ്. നിഷ്ഠയോടുകൂടിയ ആ രതി. സാ എന്നുള്ള വാക്കിന് അവൾ എന്ന് സ്ത്രീലിംഗത്തിൽ പറയും, സഹ അവൻ എന്ന് പുല്ലിംഗത്തിൽ പറയും. ഇവിടെ ഭക്തി എന്നുള്ളത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് സാ എന്ന് പറഞ്ഞത്. നിഷ്ഠയോടുകൂടിയ ആ ഭക്തി അല്ലെങ്കിൽ രതി, വളരെ നിഷ്ഠയോടുകൂടി അതിൻ്റെ ആ ഒരു സമ്പ്രദായത്തിലുള്ള അല്ലെങ്കിൽ ഉറപ്പുള്ള, ഇളകാത്ത, അചഞ്ചലയായിട്ടുള്ള ആ ഭക്തി രതി എന്ത് ചെയ്യുന്നു? കാമം കഷായം മലം വിധുനോതി. അപ്പൊ അവിടെ ക്രിയാപദം വിധുനോതി എന്നുള്ളതാണ്. നശിപ്പിക്കുന്നു, ഇല്ലാതെയാക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം. ആ ഭക്തി വിധുനോതി, നശിപ്പിക്കുന്നു. എന്തിനെയാണ് നശിപ്പിക്കുന്നത്? കാമം കഷായം മലം. അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് പറയാം. കഷായം കാമം മലം എന്ന് പറയാം. മലം എന്ന് വെച്ചാൽ അശുദ്ധി, അഴുക്ക്, മാലിന്യം, ഇതൊക്കെ പറയാം. ഈ അശുദ്ധിയെ, അഴുക്കിനെ ഇല്ലാതെയാക്കുന്നു. എങ്ങനെയുള്ള അഴുക്കാണ്? കഷായം കാമം. കഷായം എന്ന് വെച്ചാൽ ഈ കലങ്ങി മറിഞ്ഞ എന്നൊക്കെയുള്ള അർത്ഥം. ആ കഷായം ആയിട്ടുള്ള കാമമാക്കുന്ന മലത്തെ. കാമം നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കൊക്കെ അറിയാം. എല്ലാത്തിനോടുമുള്ള അതിയായിട്ടുള്ള ആഗ്രഹം. അങ്ങനെയുള്ള ആ കാമത്തെ, ഈ കാമത്തെയും ക്രോധത്തെയും ശത്രുക്കളായിട്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്.
കാമ ഏഷ ക്രോധ ഏഷ എന്നൊക്കെ ഒരുമിച്ച് പറയും. കാമക്രോധങ്ങളെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് പറയും. രിപുഹു എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ ആ മനസ്സിലുള്ള കാമത്തെ നശിപ്പിക്കുന്നു. നൈഷ്ഠികി രതിഹി, വളരെ നിഷ്ഠയോട് കൂടിയിട്ടുള്ള ആ രതിഹി അന്തരാത്മനഃ മലം. എവിടെയുള്ള മലമാണ്? മനസ്സിൻ്റെ ഉള്ളിലുള്ള അന്തരാത്മനഃ, മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാമത്തെ നശിപ്പിക്കുന്നു. ആ കലങ്ങി മറഞ്ഞു കിടക്കുന്ന ആകെ, നമുക്കറിയാം മനസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിനോടല്ല ആഗ്രഹമുള്ളത്. ഈ കാമം എന്നുള്ളത് ഒരു വസ്തുവിനോടായിരുന്നെങ്കിൽ പിന്നെയും അതിൻ്റെ ആ ഒരു ലബ്ധിയിൽ സന്തോഷിച്ച് അതവിടെ തീരുമായിരുന്നു. പക്ഷെ അത് അടങ്ങുന്നില്ല. ഒന്നിനോടല്ല നമുക്ക് ഈ കാമം തോന്നുന്നത്, പലതിനോടും തോന്നുന്നു. ഇനി ഈ തോന്നുന്നതൊക്കെ കിട്ടിക്കഴിഞ്ഞാലും അത് അടങ്ങില്ല. അങ്ങനെ ആണെങ്കിലും ഇപ്പം നമ്മളൊന്ന് ആഗ്രഹിച്ചു, അത് കിട്ടി, അത് കിട്ടിയതിന് ശേഷം ഈ കാമം ഒന്ന് അടങ്ങും. അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെയും തരക്കേടില്ലായിരുന്നു, അത് കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലാതെയാവുമെങ്കിൽ. പക്ഷെ അതുമല്ല, ഇത് കിട്ടും തോറും കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആഗ്രഹിച്ചത് കിട്ടി, അതിൻ്റെ പുറകെ എന്താവുന്നു? അത് പോരാ എന്ന് തോന്നുന്നു, വേറൊന്നിനോടാവുന്നു. ഇങ്ങനെ അടങ്ങാത്ത ആ ഒരു കാമമാണ്. അങ്ങനെയുള്ള കാമത്തെ, അതുകൊണ്ടാണ് ഈ കഷായം, കാമം, മലം എന്നൊക്കെ പറയുന്നത്. മനസ്സിലാകെ ഇങ്ങനെ പലതിനോടുമുള്ള കാമം, ആ കാമത്തിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന ക്രോധം, ഈ ആഗ്രഹിച്ചത് കിട്ടാതെ ആവുമ്പോഴാണ് ക്രോധം വരുന്നത്. അത് പല രൂപത്തിൽ പുറത്തേക്ക് വരുന്നു. അസൂയയായിട്ടും ഈർഷ്യയായിട്ടും ഭയമായിട്ടും ഇങ്ങനെ പല രൂപത്തിൽ അത് പുറത്തേക്ക് വരുന്നു. അങ്ങനെ ആകെ കലങ്ങി മറഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെയുള്ള മലം, അങ്ങനെയുള്ള ആ ഒരു അശുദ്ധിയെ നശിപ്പിക്കുന്നു. എന്ത്? നൈഷ്ഠികീ രതിഹി. അങ്ങേക്കിപ്പോൾ ഭഗവാനോട് ആ രതി ഉണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ നൈഷ്ഠികി എന്നുള്ള വിശേഷണം ആദ്യത്തെ രതിഹി എന്ന പദത്തിനോടും ചേർക്കാം. അങ്ങേക്ക് നൈഷ്ഠികീ രതിഹി അസ്തി ഭവതഃ മധുദ്ദിഷഃ പാദാരവിന്ദസ്യ ഗുണാനുവാദനെ നൈഷ്ഠികീ രതിഹി അസ്തി. നിഷ്ഠയോടുകൂടിയ ആ രതിയുണ്ട്, അങ്ങനെയും ചേർക്കാം. ഒന്നുകൂടി നല്ലത് ആ അതിൻ്റെ മഹത്വം പറയുമ്പോൾ ചേർക്കുന്നതാണ്. ആ നിഷ്ഠയോടുകൂടിയ രതി മനുഷ്യൻ്റെ മനസ്സിലെ ആ കലങ്ങി മറഞ്ഞു കിടക്കുന്ന ആ മാലിന്യത്തെ ഇല്ലാതെയാക്കുന്നു. അപ്പോൾ അതാണ് ഈ ഒരു ഭഗവാനോടുള്ള ഭഗവാന്റെ പാദാരവിന്ദസ്യ ഗുണാനുവാദനെ, ഭഗവാന്റെ പാദാരവിന്ദങ്ങളുടെ മഹത്വത്തെ പറയുകയും കേൾക്കുകയും സ്മരിക്കുകയും ഒക്കെ ചെയ്യുന്നതിനോടുള്ള ഇഷ്ടം. ആ ഇഷ്ടം കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താണ്? അത് മനസ്സിൻ്റെ മാലിന്യത്തെ ഇല്ലാതെയാക്കുന്നു. മനസ്സിന് ഒരിക്കലും അടങ്ങിയിരിക്കാൻ കഴിയില്ല. ഒന്നിനെ പറ്റിയും ചിന്തിക്കാതെ അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റില്ല. നമുക്ക് എന്തിനെ പറ്റിയെങ്കിലും ചിന്തിച്ചേ തീരൂ. ഒരേ സമയത്ത് നമ്മൾ പലതിനെ പറ്റിയും ആലോചിക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലും എത്തുന്നുണ്ട്. അപ്പോൾ ഈ ആലോചിക്കുന്നത് എന്തിനെ പറ്റിയെങ്കിലും ആലോചിച്ചേ തീരൂ എന്നാണെങ്കിൽ ആ ആലോചിക്കുന്നത് എന്താവാം? ഭഗവാനെ പറ്റിയാവാം. നമ്മൾ പലരുടെയും കഥകൾ, പലരും ഒളിച്ചോടിപ്പോയ കഥകളും പലർക്കും അപകടം പറ്റിയ കഥകളും പലരും ദ്രോഹിച്ച കഥകളും ഇങ്ങനെയൊക്കെ, അതൊക്കെ ഓർക്കുന്നതിൻ്റെ സ്ഥാനത്ത് ഭഗവാന്റെ ലീലകൾ എത്രയുണ്ട് നമുക്ക് ഓർക്കാൻ. ഇതുപോലെ പല അസുരന്മാരെയും വധിച്ചതും പലരെയും സന്തോഷിപ്പിച്ചതും പലരെയും അനുഗ്രഹിച്ചതും പല അത്ഭുതങ്ങൾ കാട്ടിയതും ഇതൊക്കെ ഓർക്കുക. അതാണ് ഗുണാനുവാദനെ എന്ന് പറയുന്നത്. നമ്മൾ വേറെ പലരെയും ഓർക്കുന്ന സമയത്ത് ആ സ്ഥാനത്ത് ഭഗവാനെ നിർത്തുക, ഭഗവാന്റെ പ്രവൃത്തികളാവട്ടെ. ഒന്നും ആലോചിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം ആലോചിക്കുന്നത് ഭഗവാന്റെ കഥകൾ ആവാം. അപ്പോൾ ഇതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചിലപ്പോൾ ചോദിക്കും. അതിൻ്റെ മറുപടിയാണ് രണ്ടാമത് പറഞ്ഞത്.
പലപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള സത്സംഗത്തിനൊക്കെ പോകുന്ന സമയത്ത് എന്തിനാ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം നേരിടാറുണ്ട്. എന്തിനാണ് പോകുന്നത്? ഇപ്പം പണ്ടേ പറയും, പ്രയോജനം അനുദ്ദിശ്യ ന മന്ദോപി പ്രവർത്തതേ. ഒരു പ്രയോജനം ഇല്ലാതെ ആരും ഒന്നും ചെയ്യില്ല. അപ്പോൾ പോയിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പോകുന്നത്, നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. നമ്മുടെ മനസ്സ് പ്രകൃത്യാ അത് ശുദ്ധമാണ്. നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിലും നന്മയുണ്ട്. അതുകൊണ്ടാണ് കുട്ടികളെ പറ്റി പറയാറില്ലേ, കുട്ടികളാവുമ്പോൾ ഈ സംഘർഷങ്ങളോ ഈ കളങ്കമോ ഒന്നും മനസ്സിലില്ല. പക്ഷെ അതിൻ്റെ മേലെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ ദോഷങ്ങൾ, കാമം, ക്രോധം, ലോഭം, മോഹം, അസൂയ, മതം, ഇതൊക്കെ ഇല്ലാതെ ആവണം. അപ്പോൾ ഇല്ലാതെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ കേൾക്കാൻ പോകുന്നത്. അല്ലാതെ ഒന്നും കിട്ടാനല്ല, നമ്മുടെ അടുത്തുള്ള പലതും നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല, നമ്മൾ പൊതുവെ പൂർണ്ണരാണ്. അപ്പം അതിൻ്റെ മേലടിഞ്ഞു കൂടിയിരിക്കുന്ന ഈ അഴുക്കിനെ നീക്കിക്കളയുക. അപ്പം അതാണ് ഭഗവാന്റെ ഈ ഗുണാനുവാദനം കൊണ്ട് ഉണ്ടാവുന്ന ലാഭം, അതിൻ്റെ പ്രയോജനം. മനസ്സിലായി എന്ന് കരുതുന്നു. ആദ്യത്തെ ശ്ലോകം തുടക്കമായതുകൊണ്ട് എന്താ ഇവിടുത്തെ രീതി അത്രയ്ക്ക് അറിയില്ല. എന്തായാലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. എല്ലാവരും ഒരുമിച്ച് ചൊല്ലാം. അസ്ത്യേവ രാജൻ ഭവതു ധുദ്ദിഷ ഓരോ വാക്കിലൂടെ പോയി എന്ന് വിചാരിക്കുന്നു. ഏകദേശം ആശയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കൊണ്ടും, പ്രായം കൊണ്ടും മറ്റ് യോഗ്യതകളെ കൊണ്ടൊക്കെ എന്നേക്കാൾ കേമത്തുള്ളവരാണ് മുന്നിലിരിക്കുന്നത്. ആ ബോധ്യം നല്ലോണം ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ശ്ലോകങ്ങളിലൂടെ പോവാം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഭഗവാന്റെ സങ്കല്പം അത്രയേ ഉള്ളൂ. അപ്പം അടുത്ത ശ്ലോകം നോക്കാം. എന്താണ് ക്ഷേമം എന്നാണല്ലോ പൃഥുവിൻ്റെ ചോദ്യം. അപ്പം അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ. ശാസ്ത്രേഷ്യാനേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സത്ര്യക് വിമൃശേഷു ഹേതു അസംഗ ആത്മവ്യതിരിക്ത ആത്മനി ദൃഢാരതിർബ്രഹ്മണി നിർഗുണേ ചയാ. ശാസ്ത്രേഷ്യാനേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സത്ര്യക് വിമൃശേഷു ഹേതു അസംഗ ആത്മവ്യതിരിക്ത ആത്മനി ദൃഢാരതിർബ്രഹ്മണി നിർഗുണേ ചയാ. ഒന്ന് ചൊല്ലി നോക്കാം. ശാസ്ത്രേഷ്യാനേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സത്ര്യക് വിമൃശേഷു ഹേതു അസംഗ ആത്മവ്യതിരിക്ത ആത്മനി ദൃഢാരതിർബ്രഹ്മണി നിർഗുണേ ചയാ. ശാസ്ത്രേഷ്യാനേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സത്ര്യക് വിമൃശേഷു ഹേതു അസംഗ ആത്മവ്യതിരിക്ത ആത്മനി ദൃഢാരതിർബ്രഹ്മണി നിർഗുണേ ചയാ. ശാസ്ത്രേഷു ഇയാൻ ഏവ സുനിശ്ചിതഃ നൃണാം. ശാസ്ത്രേഷു ഇയാനേവ എന്നുള്ളത് 3 പദങ്ങൾ ചേർന്നതാണ്. ശാസ്ത്രേഷു ഇയാൻ
ഏവ സുനിശ്ചിതഃ നൃണാം. നേരത്തെ ആദ്യത്തെ ശ്ലോകത്തിൽ വന്നതുപോലെ തന്നെ വിസർഗം ഓകാരമായിട്ട് മാറുകയാണ്. ഭവതഃ എന്ന പദം ഭവതോ എന്ന് മാറിയതുപോലെ സുനിശ്ചിതഃ സുനിശ്ചിതോ. സുനിശ്ചിതഃ നൃണാം ക്ഷേമസ്യ സത്ര്യക് വിമൃശേഷു ഹേതുഃ അസംഗഃ ആത്മവ്യതിരിക്തഃ ആത്മനി ദൃഢാ രതിഃ ബ്രഹ്മണി നിർഗുണേ ച യാ. ആത്മവ്യതിരിക്തേ എന്നാണ്. ആത്മവ്യതിരിക്തേ ആത്മനി. ആത്മവ്യതിരിക്തേ ആത്മനി ദൃഢാ രതിഃ ബ്രഹ്മണി നിർഗുണേ ച യാ. അപ്പൊ എന്താണ് ക്ഷേമത്തിന് കാരണം? ക്ഷേമം ഉണ്ടാവാൻ എന്താണ് വേണ്ടത് എന്നാണ് ചോദിച്ചത്. ഇവിടെ ആദ്യത്തെ 2 വരിയിൽ പറയുന്നത് ഇത് ക്ഷേമത്തിന് ഹേതുവായിട്ട് പറയുന്നു. ശാസ്ത്രേഷു എങ്ങനെ? ശാസ്ത്രങ്ങളിൽ എങ്ങനെയുള്ള ശാസ്ത്രങ്ങളിലാണ്? സത്യം വിമൃശേഷു ശാസ്ത്രേഷു നന്നായി ചിന്തിച്ച് ഉറപ്പിച്ച ശാസ്ത്രങ്ങളിൽ. അതിൽ തൽപരരായവര്, ശാസ്ത്രങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവര്, നന്നായി വിചാരം ചെയ്ത് ഉറപ്പിച്ച ആ ശാസ്ത്രങ്ങളിൽ നൃണാം ക്ഷേമസ്യ ഹേതുഃ ഇയാൻ ഏവ സുനിശ്ചിതഃ. നൃണാം മനുഷ്യരുടെ, നൃ ശബ്ദത്തിൻ്റെ ഷഷ്ഠി വിഭക്തി, അതായത് അവരുടെ എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. നൃണാം മനുഷ്യരുടെ, ക്ഷേമസ്യ ഹേതുഃ ക്ഷേമത്തിൻ്റെ കാരണമായിട്ട്, ഇയാൻ ഏവ സുനിശ്ചിതഃ ഇത്രയുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മനുഷ്യരുടെ ക്ഷേമത്തിന് കാരണമായിട്ട് ഇതാണ് മഹാന്മാര് അല്ലെങ്കിൽ ശാസ്ത്രത്തെപ്പറ്റി ചിന്തിച്ചവര് ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. എന്താണ് എന്ന് അടുത്ത 2 വരിയിൽ പറയുന്നു. ആത്മവ്യതിരിക്തേ അസംഗഃ നിർഗുണേ ബ്രഹ്മണി ആത്മനി ദൃഢാ രതിഃ ച. അസംഗ ആത്മവ്യതിരിക്ത എന്ന് 3-ാമത്തെ വരിയിൽ. ആത്മവ്യതിരിക്തേ അസംഗഃ ആത്മാവ് അല്ലാതെ ഉള്ള കാര്യങ്ങളിൽ. അസംഗഃ സംഘം കൂടിച്ചേരലാണ്. അസംഗം കൂടിച്ചേരാതിരിക്കൽ, അതായത് താല്പര്യമില്ലായ്മ. ആ പരബ്രഹ്മം അല്ലാത്ത എന്ന് പറയാൻ പാടില്ല, കാരണം എല്ലാം ബ്രഹ്മമാണ്. അതായത് ആ ബ്രഹ്മ സാക്ഷാത്കാരത്തിനെ പറ്റിയിട്ടുള്ള ചിന്തകളിൽ അല്ലാത്തതിൽ, അതായത് ആത്മാവിനെ പറ്റി അല്ലാത്ത ചിന്തകളിൽ അസംഗഃ അതിൽ താല്പര്യമില്ലായിക. നിർഗുണേ ബ്രഹ്മണി ആത്മനി ദൃഢാരതിഃ. ഈ രതിഃ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു. ദൃഢാരതിഃ ദൃഢമായ രതി, വളരെ ഉറച്ച അചഞ്ചലയായിട്ടുള്ള ആ ഒരു ഇഷ്ടം. എന്തിൽ? നിർഗുണേ ബ്രഹ്മണി ആത്മനി. സപ്തമി വിഭക്തി എന്ന് പറയും സംസ്കൃതത്തില്. അതിൽ എന്നുള്ള അർത്ഥത്തില്. എന്തിലാണ്? ആത്മനി, ആത്മസംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിൽ. ആ ബ്രഹ്മത്തെ പറ്റി ചിന്തിക്കുന്ന ആ സാധനകളിൽ, അതിനെപ്പറ്റിയുള്ള ചിന്തകളിൽ, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിനായിട്ടുള്ള ചിന്തകളിൽ. എങ്ങനെയുള്ള? നിർഗുണേ ബ്രഹ്മണി. ആ ആത്മാവ് എങ്ങനെയുള്ളതാണ്? നിർഗുണമാണ്,
ബ്രഹ്മം ആണ്. നിർഗുണം, യാതൊരു തരത്തിലുള്ള സ്വഭാവങ്ങളും നമുക്ക് പറയാൻ കഴിയില്ല. ഗുണം എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ സ്വഭാവം, പ്രകൃതം എന്നൊക്കെയുള്ള അർത്ഥമാണ്. നമ്മൾ മലയാളത്തിൽ പറയുന്ന ഗുണദോഷങ്ങളല്ല. ഇപ്പോൾ ജലത്തിൻ്റെ ഗുണം തണുപ്പ്, അഗ്നിയുടെ ഗുണം ചൂട്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഗുണം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോൾ ആ ബ്രഹ്മത്തിനെ, ആത്മാവിനെ നമുക്ക് ഇന്നത് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ വെള്ളത്തെപ്പറ്റി പറയുമ്പോൾ തണുപ്പ് ഉള്ളതാണ്, അഗ്നിയെപ്പറ്റി പറയുമ്പോൾ ചൂടുള്ളതാണ്. അങ്ങനെ ആ രീതിയിൽ ഇപ്പോൾ ബ്രഹ്മം ഇതുപോലെയാണ്, ഇങ്ങനെയുള്ളതാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ പറയുമ്പോൾ അതല്ലാത്തത് ബ്രഹ്മമല്ല എന്നുള്ള അങ്ങനെ വരും. ഇപ്പോൾ തണുപ്പുള്ളതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ തണുപ്പില്ലാത്തത് ബ്രഹ്മമല്ല എന്ന് വരും. അപ്പോൾ ആ ദോഷം വരും. അതുകൊണ്ട് ബ്രഹ്മത്തെപ്പറ്റി ഇന്ന ലക്ഷണം ഇങ്ങനെയുള്ളതാണ് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിർഗുണം എന്ന് പറയുന്നത്. യാതൊരു ഗുണത്തിലും ഒതുക്കാൻ കഴിയാത്ത. ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരാളെ പറ്റി ഒരു വിശേഷണം പറയുമ്പോൾ അയാളെ അതിലൊതുക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ വെളുത്തതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കറുത്തതല്ല എന്നുള്ള അപ്പം അത് അവിടെ നിന്ന് ഒഴിവാകുന്നു. കുറേ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ്, അദ്ദേഹം ഇന്ന വസ്ത്രം ധരിച്ച ആളാണ് എന്ന് വിശേഷണം കൊടുക്കുമ്പോൾ അതല്ലാത്തവരൊക്കെ ഒഴിവായി. അങ്ങനെ വിശേഷണങ്ങൾ ഒന്നിനെ സങ്കുചിതമാക്കുകയാണ്, ഒതുക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബ്രഹ്മത്തിനെ നമുക്കൊരിക്കലും ബ്രഹ്മം ഇങ്ങനെയാണ്, അങ്ങനെയാണ്, അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. അതാണ് നിർഗുണം എന്ന് പറയുന്നത്. നിർഗുണമായിട്ടുള്ള ബ്രഹ്മണി, ആ ബ്രഹ്മം ആയിട്ടുള്ള, എല്ലായിടത്തും ഉള്ള, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആ ചൈതന്യത്തിൽ, അങ്ങനെയുള്ളതായിട്ടുള്ള ആത്മനി, ആത്മാവിൽ ദൃഢാരതിഹി. നേരത്തെ ആത്മാവിനെ പറ്റിയിട്ടുള്ള ചിന്തകൾ എന്ന് പറഞ്ഞത് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അതാണ്. അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ ഇതിൻ്റെ നേരെ അർത്ഥം എടുക്കുന്ന സമയത്ത് ആത്മാവിൽ എന്നുള്ള അർത്ഥം, ആ ആത്മാവിൽ ദൃഢാരതിഹി, ദൃഢയായിട്ടുള്ള, ഉറച്ചതായിട്ടുള്ള, അചഞ്ചലമായിട്ടുള്ള രതിഹി. ഇതാണ് ക്ഷേമസ്യ ഹേതുഹു. ക്ഷേമത്തിൻ്റെ കാരണമായിട്ട് നന്നായി വിചാരിച്ച് ഉറപ്പിച്ചിരിക്കുന്ന ആ മഹാത്മാക്കൾ പറഞ്ഞിട്ടുള്ളത് ഇത് രണ്ടുമാണ്. അസംഗ ആത്മവ്യതിരിക്ത ആത്മനി ദൃഢാരതിർ ബ്രഹ്മണി നിർഗുണേച യാ. ആത്മവ്യതിരിക്തേ അസംഗഃ, ആ ആത്മാവല്ലാത്തതിൽ അസംഗം, അതിൽ താല്പര്യം ഇല്ലായ്ക, അതിനോട് ചേരാതിരിക്കുക. ബ്രഹ്മണി നിർഗുണേ ദൃഢാരതിഹി, ബ്രഹ്മണി നിർഗുണേ ആത്മനി ദൃഢാരതിഹി. നിർഗുണമായിട്ടുള്ള ബ്രഹ്മമായിട്ടുള്ള ആത്മാവിലുള്ള ദൃഢമായിട്ടുള്ള രതി. അപ്പം ഇവിടെ ആത്മാവ് മാത്രമേ, ബ്രഹ്മം മാത്രമേ പരമസത്യമായിട്ടുള്ളൂ. അല്ലാത്തത് ഏതാണ്? നമുക്കൊക്കെ ഇഷ്ടം തോന്നുന്നത് പല പല നാമരൂപങ്ങളോടാണ്. പലതിനോടും പല രൂപങ്ങളോടും ഇഷ്ടം, പല പേരുകളോടും ഇഷ്ടം. ഒരു മണ്ണ് കൊണ്ട് പല പല വസ്തുക്കൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വ്യവഹരിക്കുന്നത് ഈ മണ്ണ് എന്നുള്ള രൂപത്തിൽ, മണ്ണ് എന്നുള്ളതിനോടല്ല നമ്മൾ വ്യവഹരിക്കുന്നത്. നമ്മൾ കുടമായിട്ടും തവിയായിട്ടും വിളക്കായിട്ടും ഗ്ലാസ്സായിട്ടും അങ്ങനെ ആ രൂപങ്ങളോടാണ് നമ്മൾ വ്യവഹരിക്കുന്നത്. അപ്പോൾ വ്യവഹാരത്തിന് അത് ആവശ്യമാണ്. എങ്കിലും നമ്മൾ മനസ്സിലാക്കണമെന്ത്, അടിസ്ഥാനപരമായിട്ട് ആ മണ്ണാണ് അവിടെ ഉള്ളത്. അപ്പോൾ വ്യവഹരിക്കാൻ നമുക്ക് ഇതൊക്കെ ആവശ്യമാണെങ്കിൽ കൂടി അത് നമ്മൾ ഒരാളടുത്ത് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ, അത് നമ്മൾ വിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ രൂപത്തിൻ്റെ വിലയല്ല നമുക്ക് കിട്ടുന്നത്, അതിൻ്റെ ആ മണ്ണിൻ്റെ വിലയാണ്. ഇപ്പോൾ നമ്മൾ ആഭരണങ്ങളെ പറ്റിയിട്ട് പറയുമ്പോൾ
നമുക്ക് കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ ഇടാൻ പല പല രൂപത്തിലുള്ള ആഭരണങ്ങൾ വേണം. പക്ഷെ അത് നമ്മൾ ഒരു ജ്വല്ലറിയിൽ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ആ രൂപത്തിനല്ല അവര് അത് തൂക്കി നോക്കിയിട്ട് രൂപത്തിനല്ല അവർ വില തരുന്നത്, അതിലുള്ള സ്വർണം എത്രയുണ്ട് എന്ന് നോക്കിയിട്ടാണ് അവര് വില നിശ്ചയിക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ നാമരൂപങ്ങൾ ഇതൊക്കെ നമുക്ക് വ്യവഹാരത്തിന് വേണം. പക്ഷെ അതിൻ്റെ സത്യം എന്താണ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിലുള്ള വിഷമങ്ങളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പലതിനെയും ഇപ്പോൾ ചില ആളുകളെ എൻ്റെ ഇഷ്ടക്കാരായിട്ട് കാണുന്നു, ചില ആളുകളെ എൻ്റെ ശത്രുക്കളായിട്ട് കാണുന്നു. അങ്ങനെ എന്താണ്, ഇഷ്ടക്കാർക്ക് നല്ലത് വരുമ്പോൾ സന്തോഷം, അവർക്ക് ദുഃഖം വരുമ്പോൾ നമുക്കും ദുഃഖം, ഇനി ശത്രുക്കൾക്ക് നല്ലത് വരുമ്പോൾ നമുക്കാകെ പ്രയാസം. ഇങ്ങനെ ഓരോന്നിനെയും പുറമേയുള്ള നാമരൂപങ്ങളിൽ അതിയായി ഭ്രമിച്ചിട്ട് നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, വിഷമിക്കുകയും സങ്കടപ്പെടുകയും ദുഃഖിക്കുകയും പിന്നെ സന്തോഷിക്കുകയും ഇങ്ങനെ ആകെ നമ്മുടെ മനസ്സ് കലുഷിതമാവുകയാണ്. അതിനെയാണ് നേരത്തെ ഈ കഷായം മലം എന്നൊക്കെ പറഞ്ഞത്. നേരെ മറിച്ച് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാന തത്വം ആ ആത്മാവ്, ആ ചൈതന്യം ഒന്നാണ് എന്ന് അറിയുന്ന സമയത്ത് നമ്മൾ ഈ വ്യവഹാരങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോഴും നമ്മുടെ ഉള്ളിൽ വലിയതായിട്ടുള്ള ആ സ്തോഭം, ആ വിഷമമൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഭാര്യ, ഭർത്താവ്, മകൻ ഇവരോടൊക്കെ എല്ലാവരോടും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വ്യവഹരിക്കണം, ആ ധർമ്മമൊക്കെ ചെയ്യണം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നും എൻ്റെ സ്വന്തമൊന്നുമല്ല. ഏതോ ജീവാത്മാവ്, നമ്മൾ ചിത്രകേതുവിൻ്റെ കഥയിലൊക്കെ പറയുന്നത് പോലെ ആ ഭഗവാന്റെ നിയോഗം അനുസരിച്ചിട്ട് എന്തോ നമ്മുടെ ഇടയിൽ ഈ ഒരുമിച്ച് ഒരേ കർമ്മഫലം അനുഭവിക്കാനുള്ളവർ ഒരേ സാഹചര്യത്തിൽ കൂടിച്ചേരും എന്ന് പറയും. അങ്ങനെ ആ രീതിയിൽ ഇപ്പോൾ മകന്റെ രൂപത്തിൽ വന്നിരിക്കുന്ന ആ ഭഗവാനെ പരിചരിക്കാനുള്ള, ലാളിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഭഗവാൻ തന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് എൻ്റെ മകനാണ് എന്നുള്ള ആ ഒരു അത്യന്തമായിട്ടുള്ള ആ ഒരു ആസക്തി അത് നമ്മളെ വിഷമത്തിലേക്ക് മാത്രമേ എത്തിക്കുള്ളൂ. അപ്പോൾ വല്ലാതെ നമ്മളിങ്ങനെ അവൻ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം, അല്ലെങ്കിൽ വല്ലാതെ ആസക്തി, അത്യന്തമായിട്ടുള്ള ആസക്തി ഉണ്ടാവുന്ന സമയത്ത് ആണ് ഏതായാലും, ഇപ്പം മകനായാലും ഭാര്യയായാലും ശിഷ്യരായാലും ആരായാലും നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം ഇതെന്തുകൊണ്ടാണ്? ആ സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ, ആ ഭഗവാന്റെ ചൈതന്യത്തെ അവിടെ അറിയാതെ നമ്മൾ കൽപ്പിച്ചിരിക്കുന്ന ഈ ബന്ധങ്ങളും ഈ നാമരൂപങ്ങളും അതിൽ വ്യവഹരിക്കുകയാണ്. അപ്പൊ ഇത് നേരെ തിരിച്ചിട്ട് നമുക്ക് ആ പരമമായ സത്യത്തെ അറിയണം, അല്ലെങ്കിൽ പരമമായ ആനന്ദത്തിലേക്ക് എത്തണം. നമ്മൾ ഇവരൊക്കെ നന്നായാൽ, ഇപ്പൊ കുടുംബം നന്നായാൽ അല്ലെങ്കിൽ എൻ്റെ ജോലി നന്നായാൽ എനിക്ക് സുഖമുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അതിനെ ഇത്രയധികം സ്നേഹിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതൊക്കെ താൽക്കാലിക സുഖമാണ്. ഏത് വ്യക്തിയായാലും വസ്തുവായാലും എനിക്ക് തരുന്നത് താൽക്കാലികമായിട്ടുള്ള സുഖമാണ്. ഈ സുഖം തരുന്നത് ഉറപ്പാണ് മറ്റൊരവസരത്തിൽ എനിക്ക് ദുഃഖവും തരും എന്ന് മനസ്സിലാക്കിയിട്ട് സ്ഥിരമായിട്ടുള്ള സുഖം ഏതാണോ അത് അന്വേഷിക്കുകയാണ് നമുക്ക് വേണ്ടത്. അതാണല്ലോ നമുക്ക് ഈ ഇളകിക്കളിക്കുന്ന കസേരയല്ല വേണ്ടത്, ഒരു ഉറപ്പായിട്ടുള്ള കസേര. അപ്പോൾ ഉറപ്പായിട്ടുള്ള സുഖം, നിത്യമായിട്ടുള്ള സുഖം എനിക്ക് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ആ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കണം. കാരണം ഭഗവാന് മാത്രമേ ആ നിത്യത്വം ഉള്ളൂ. ഭർത്താവ് എനിക്ക് ഏത് കാലത്തും സുഖം തരും എന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നാൽ ഭർത്താവിന് തന്നെ എന്തില്ല, സ്ഥിരതയില്ല. അപ്പൊ അങ്ങനെ ഇന്ന വ്യക്തി ഇന്ന വസ്തു എന്നുള്ളത് വിട്ടിട്ട് ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന ആ ചൈതന്യം, ആ ഭഗവാനിൽ ഉറച്ച ഭക്തി ഉണ്ടാവുന്ന സമയത്ത് സ്ഥിരമായിട്ടുള്ള ആനന്ദം, സ്ഥിരമായിട്ടുള്ള സുഖം ലഭിക്കുന്നു. അപ്പൊ അതാണ് എന്ത്? ക്ഷേമത്തിനുള്ള കാരണം. ഇതിനെല്ലാത്തിനും കാരണമായിരിക്കുന്ന, ആധാരമായിരിക്കുന്ന ആ ആത്മാവ്, ചൈതന്യം, ബ്രഹ്മം, അതിനെ നമുക്ക് എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം, ആ പരമമായിട്ടുള്ള തത്വം എന്നുള്ള അർത്ഥം.
അപ്പൊ ആ തത്വത്തിൽ, ആ ചൈതന്യത്തിൽ സംഘം, ദൃഢാരതിഹി, ഉറച്ച ഭക്തി, ഉറച്ച സ്നേഹം, ആ സ്നേഹവും അതൊന്ന് വ്യതിരിക്തമായിട്ടുള്ളതിൽ, ആത്മവ്യതിരിക്തേ അസംഗഃ, അതിൽ നിന്ന് വ്യതിരിക്തമായിട്ടുള്ള മറ്റ് നാമരൂപങ്ങളിലുള്ള, മറ്റ് വസ്തുക്കളിലുള്ള താല്പര്യമില്ലായ്മ, ഇത് രണ്ടുമാണ് ക്ഷേമത്തിനുള്ള കാരണം. അപ്പൊ നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആനന്ദം ലഭിക്കാൻ, നമുക്ക് ക്ഷേമം ലഭിക്കാൻ, നമുക്ക് ഏത് കാലത്തും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതിനെ മുറുകെ പിടിക്കുക, ഏത് കാലത്തും ഉണ്ടാവുന്നതിനെ, ഈ 3 കാലങ്ങളിലും സത്യമായിട്ടിരിക്കുന്നതിനെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ആ നിരന്തരമായിട്ടുള്ള സുഖം, ആ ആനന്ദം ലഭിക്കും. അപ്പൊ അതിനായിട്ട് ഇതിനോട് സംഘം തോന്നുക, ആ പരബ്രഹ്മം ആയിട്ടുള്ള, ആ നിർഗുണമായിട്ടുള്ള ആ ആത്മനി രതിഹി, അതിനോടാവട്ടെ നമ്മുടെ സ്നേഹം, നമ്മുടെ ആ സ്ഥായി ആയിട്ടുള്ള ഇഷ്ടം. ഇത് തന്നെയാണ് ശാസ്ത്രങ്ങളിൽ വളരെ ആലോചിച്ച് ഉറപ്പിച്ചിട്ടുള്ള ആ ക്ഷേമസ്യ ഹേതുഹു, ക്ഷേമത്തിൻ്റെ കാരണം. ഒന്ന് ചൊല്ലി നോക്കാം. ശാസ്ത്രേഷു യാനേവ സുനിശ്ചിതോ നൃണാം അടുത്ത ശ്ലോകം. കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താണ് ക്ഷേമത്തിനുള്ള കാരണം എന്ന് പറഞ്ഞു. അതെങ്ങനെ ഉണ്ടാകും എന്നാണ് വളരെ വിസ്തരിച്ച് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. സാ ശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യയാ സാ ശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യയാ ജിജ്ഞാസയാധ്യാത്മികയോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവകഥയാ പുണ്യയാ ച സാ ശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യയാ ജിജ്ഞാസയാധ്യാത്മികയോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവകഥയാ പുണ്യയാ ച സാ ശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യയാ ജിജ്ഞാസയാധ്യാത്മികയോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവകഥയാ പുണ്യയാ ച സാ ശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യയാ ജിജ്ഞാസയാ ആധ്യാത്മികയോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവഃ കഥയാ പുണ്യയാ ച. അവിടെ പദച്ഛേദം ചെയ്യാൻ അധികമൊന്നുമില്ല, പദങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്. ജിജ്ഞാസയാ ആധ്യാത്മിക യോഗനിഷ്ഠയാ, അവിടെ മാത്രമേ സന്ധി വരുന്നുള്ളൂ. അപ്പം എല്ലാ പദങ്ങളുടെ അവസാനം യാ 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 എന്ന് കാണാനുണ്ട്. അതിനാൽ എന്നുള്ള അർത്ഥത്തിൽ തൃതീയ വിഭക്തി രൂപങ്ങളാണ്. ഈ വിഭക്തി എന്ന് പറയുമ്പോൾ ഒരു പദത്തിൻ്റെ കൂടെ നമുക്ക് പല അർത്ഥങ്ങൾ കിട്ടണം. ഇപ്പോൾ വൃക്ഷം എന്നാണെങ്കിൽ
വൃക്ഷത്തിൻ്റെ, വൃക്ഷത്തെ, വൃക്ഷത്തിനാൽ, വൃക്ഷത്തിൽ നിന്ന്, അങ്ങനെയുള്ള അർത്ഥങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യയങ്ങൾ ചേർക്കാറുണ്ട്. മലയാളത്തിലാണെങ്കിൽ ൻ്റെ, ഉടേ, ഇൽ എന്നൊക്കെയുള്ള പ്രത്യയങ്ങൾ ചേർക്കുമല്ലോ. അതുപോലെ ചേർത്തിട്ട് കിട്ടുന്ന രൂപങ്ങളാണ് വിഭക്തി രൂപങ്ങൾ. തൃതീയ വിഭക്തി രൂപങ്ങളാണ് ഇവിടെ പറഞ്ഞ ഈ പദങ്ങളൊക്കെ. ശ്രദ്ധയാ, ശ്രദ്ധയാൽ എന്നാണ് അർത്ഥം. ശ്രദ്ധയാൽ, ശ്രദ്ധ കൊണ്ട്. ഭഗവത് ധർമ്മചര്യ, ഭഗവത് ധർമ്മചര്യ കൊണ്ട്. ഇതൊക്കെ സ്ത്രീലിംഗ രൂപങ്ങളാണ്. സംസ്കൃതത്തിൽ 3 ലിംഗങ്ങളുണ്ട്: പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം. ഇതിൽ പുല്ലിംഗവും സ്ത്രീലിംഗവും മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഇതൊക്കെ ഒരുപോലെയാണ്. നപുംസകലിംഗം എന്നുള്ള പുതിയത് കൂടി ഉണ്ട്. അപ്പോൾ ആ ഓരോ ലിംഗത്തിലും ഓരോ തരത്തിലാണ് വിഭക്തി രൂപങ്ങൾ വരിക. അപ്പോൾ ഭക്തി എന്നുള്ളത്, അതുപോലെ രതി എന്നുള്ളതൊക്കെ സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ വിശേഷണങ്ങളായിട്ട് വരുന്ന ഈ പദങ്ങൾ അതൊക്കെ ഇങ്ങനെ സ്ത്രീലിംഗ രൂപത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല ഇവിടെ തന്നതൊക്കെ സ്ത്രീലിംഗ രൂപങ്ങളാണ്. അപ്പം ആദ്യം ശ്രദ്ധയാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാ ശ്രദ്ധയാ. അവൾ, സാ എന്ന് വെച്ചാൽ അവൾ. ഇവിടെ അവൾ എന്ന് പറഞ്ഞിരിക്കുന്നത് മുമ്പെയുള്ള ശ്ലോകത്തിൽ രതിഹി എന്നുള്ള വാക്കുണ്ടല്ലോ. അപ്പം ആദ്യം സാ എന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ട്. അവൾ, ഏത് അവളാണ്? മുമ്പേ പറഞ്ഞ രതിഹി. ആ രതി, ഈശ്വരനോടുള്ള, ആത്മാവിനോടുള്ള രതി അല്ലെങ്കിൽ ഭക്തി എങ്ങനെയൊക്കെ ഉണ്ടാകും? ശ്രദ്ധയാ, ശ്രദ്ധയാൽ. ശ്രദ്ധ എന്നുള്ള പദമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ വേദാന്ത ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഈ വിഷയത്തെ പറ്റി പറയുമ്പോൾ ശ്രദ്ധ എന്ന് പ്രത്യേകം ആദ്യമായിട്ട് പറയും. ശ്രദ്ധ എന്നുള്ളതിന് വേദാന്തത്തിൽ കൊടുക്കുന്ന അർത്ഥം ഗുരുശാസ്ത്ര വാക്യേഷു വിശ്വാസഃ ശ്രദ്ധ. ഗുരുവിലും ശാസ്ത്രവാക്യങ്ങളിലുമുള്ള വിശ്വാസം ശ്രദ്ധ. അതുപോലെ ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധി അവധാനം ശ്രദ്ധ. ഗുരുവിലും അതുപോലെ ശാസ്ത്രവാക്യങ്ങളിലും അതൊക്കെ സത്യമാണ് എന്നുള്ള ധാരണ, ആ വിശ്വാസം, അതാണ് ശ്രദ്ധ. ആസ്തിക്യ ബുദ്ധിഹി എന്നൊക്കെ പറയും. അതായത് ഞാൻ പഠിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഗുരു ഉപദേശിക്കുന്നത് പൂർണ്ണമായും സത്യമാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്ക്. ഇങ്ങനെ ഗുരുവിലും ശാസ്ത്രത്തിലുമുള്ള വിശ്വാസം. അപ്പം നമ്മളൊരു ശാസ്ത്രം പഠിക്കുന്ന സമയത്ത് അത് സത്യമാണ് അല്ലെങ്കിൽ ആ പറയുന്നത് ശരിയാണ്, ഗുരു ഉപദേശിക്കുന്നത് എൻ്റെ ശ്രേയസ്സിനാണ്, ഗുരു പറയുന്നത് സത്യമാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി പഠിക്കണം. ആ വിശ്വാസത്തോടു കൂടി അതിനെ സ്വീകരിക്കണം. അതില്ലെങ്കിൽ വെറുതെ നമ്മൾ, പലരും ഉണ്ട് ഇങ്ങനെ, എല്ലാവരും പോകുന്നുണ്ട് എന്നാൽ ഞാനും പോവാം, അല്ലെങ്കിൽ എല്ലാവരും ഇതൊക്കെ വായിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനും വായിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത് ഒന്ന് നോക്കണമല്ലോ, ആ ഒരു ഭാവമൊക്കെ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതെന്താണിത്, ഒന്ന് പരീക്ഷിച്ച് നോക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിൽ ചെയ്യാറുണ്ട്. ഇത് അങ്ങനെയല്ല. അപ്പോൾ ഒരു ഗുരുവിനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഗുരു പറയുന്നത് ശരിയാണ്, സത്യമാണ്, ഗുരു പറയുന്നത് എൻ്റെ ഹിതത്തിനാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി പഠിക്കണം. അതാണ് ശ്രദ്ധ. ഇല്ലെങ്കിൽ നമുക്കതുകൊണ്ട് ഫലം ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ ഗുരു പറയുന്നത് തന്നെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോവുക? ഗുരുവിനെ ഈശ്വരനേക്കാൾ മേലെയായിട്ട് കാണണം എന്ന് നമ്മുടെ കബീർദാസിൻ്റെ കവിതയൊക്കെ നമുക്കറിയാം. ഈശ്വരനെ കാണിച്ചു തരുന്നത് ഗുരുവാണ്. അതുകൊണ്ട് ഗുരുവും ഈശ്വരനും ഒരുമിച്ച് വന്നാൽ ആദ്യം ഗുരുവിനെ നമസ്കരിക്കണം എന്നൊക്കെയുള്ള കവിതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുരു പറയുന്നത് എൻ്റെ ശ്രേയസ്സിനാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി, ഉറച്ച വിശ്വാസത്തോടു കൂടി, അതുപോലെ
ഗുരുവിൻ്റെ ഉപദേശങ്ങൾ, ആ വേദവാക്യങ്ങൾ, ആ ശാസ്ത്രവാക്യങ്ങൾ സത്യമാണ് എന്നുള്ള വിശ്വാസം, അതാണ് ശ്രദ്ധ. ശ്രദ്ധയാ ലഭതേ ജ്ഞാനം എന്നൊക്കെ ഭഗവത്ഗീതയിൽ കാണാം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ള ആൾക്ക് മാത്രമേ ആ അറിവ് സാക്ഷാത്കരിക്കാൻ പറ്റുന്നുള്ളൂ.